അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا محمد أما بعد. ബഹുമാനവും ആദരവും നിറഞ്ഞ എൻ്റെ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് മനസ്സിലാക്കലും അവരെ ബഹുമാനിക്കലും നമുക്ക് അനിവാര്യമാണ്. തിരുനബി തങ്ങളുടെ ഉന്നാര കുടുംബത്തിൻ്റെ മഹത്വങ്ങളും മഹിഷ്ഠതകളും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ലെങ്കിലും ബറക്കത്തിന് വേണ്ടി ചില സുപ്രധാന ചരിത്ര ഭാഗങ്ങളും മഹിമകളും നിങ്ങളുടെ മുമ്പിൽ വെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ കുടുംബം ഒരെത്തിനോട്ടം മാത്രമാണിത്. സഹോദരങ്ങളെ, നമുക്കാദ്യമായി മുത്തുനബിയുടെ ആദ്യത്തെ സഹധർമ്മിണിയെ പരിചയപ്പെടാം. ആരായിരുന്നു ആ മഹദി? അന്ത്യപ്രവാചകരുടെ ജീവിതാധ്യായങ്ങളിലേക്ക് പ്രഥമമായി കടന്നു വന്ന ബീവി, ആ പുണ്യപൂവായ റസൂലുള്ളാഹിയുടെ തങ്കത്തേക്കാൾ ലംഘുന്ന ശരീരവുമായി ആദ്യമായി ഒട്ടിച്ചേർന്നുല്ലസിച്ച ബീവി, ആ ചുണ്ടുകളോട് ചുണ്ടുകൾ ചേർന്ന ബീവി, തിരുനബിയുടെ ആ കാരുണ്യക്കടലായ കരവലയത്തിലേക്ക് ആദ്യമായി ഇണമണിയായി വന്നെത്തിയ ബീവി ആരാണ്? ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. എത്ര ഭാഗ്യവതിയാണ് ഖദീജ, എത്ര സ്ഥാനപതിയാണ് ഖദീജ, എത്ര സൗഭാഗ്യ സമ്പന്നയാണ് ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹാ ബുദ്ധിമതിയാണ്, കുലീനയാണ്, സുന്ദരിയാണ്. ഖദീജത്തുൻ ശഹീറത്തുൻ ജലിയ വഫീറത്തുൻ സനിയത്തുൻ ഗാനിയ. ഖദീജ പ്രശസ്തയാണ്, മക്കയിലെ സുപ്രസിദ്ധ കുലപതിയാണ്, വല്ലാത്ത ഭാഗ്യവതിയാണ്, സമ്പന്നയാണ്. ഖദീജ ബീവിക്ക് വല്ലാത്ത വിവരമാണ്, വിവേകമാണ്, പൂർവ്വഗ്രന്ഥങ്ങളിൽ കൂടുതൽ അറിവുള്ള പെണ്ണാണ്. അവസാനം ഒരു പ്രവാചകൻ വരാനിരിക്കുന്നുണ്ടെന്നും ആ പ്രവാചകന്റെ അടയാളങ്ങൾ ഇന്നതാണെന്നും ഖദീജ പഠിച്ചു വച്ചിരിക്കുകയാണ്. മക്കയിലെ ധനാഢ്യയായ ഖദീജക്ക് വലിയ കച്ചവടമുണ്ട്. ഷാമിലേക്കും മറ്റും ഖദീജ ബീവിയുടെ കച്ചവട സംഘം യാത്ര പോകാറുണ്ട്. ഖദീജ ബീവിയുടെ കച്ചവടങ്ങൾ അറേബ്യയിൽ വിവിധ നാടുകളിൽ നടക്കുന്ന കാലം, അന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസഹ്ബിഹി വസല്ലം തങ്ങൾ 15 വയസ്സുള്ളൊരു കാലം. അതേ നബി തങ്ങളുടെ കുട്ടിക്കാലം. മക്കയിലാകെ അൽ അമീൻ അൽ അമീൻ എന്ന സ്നേഹാദരവോടെ മുത്തുനബിയെ വിളിച്ചു വരുന്ന കാലം. അന്ന് ആ 15 വയസ്സുള്ള കുട്ടി സാഫറ ശാമ മഅ മൈസറ ഗുലാമി ഖദീജത്ത് ബിൻത് ഖുവൈലിദ്. അന്ന് ഖുവൈലിദിന്റെ മകളായ ഖദീജ ബീവിയുടെ അടിമയായിരുന്ന മൈസറത്തിന്റെ കൂടെ ആ കച്ചവട സംഘത്തിൽ അതാ അൽ അമീൻ ആഗ്രഹം പ്രകടിപ്പിച്ച് യാത്ര പോവുകയാണ്. ആ രംഗം ഖദീജയെ വല്ലാതെ സന്തുഷ്ടയാക്കി. മക്കയിലെ ഖുറൈശികളിലെ പ്രമാണിയായ അബ്ദുൽ മുത്തലിബിന്റെ പൗത്രൻ അൽ അമീൻ മുഹമ്മദ് തന്റെ സംഘത്തിലുണ്ടെന്നറിഞ്ഞ ഖദീജ മൈസറത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഏ മൈസറ, ലാ തസി ലഹു അംറ വലാ തുഖാലിഫു ലഹു റഅയ. മൈസറത്തെ, നീ അൽ അമീനിന്റെ ഒരു കൽപ്പനക്കും എതിർ പ്രവർത്തിച്ചു പോകരുത്, അൽ അമീനിന്റെ ഒരു അഭിപ്രായത്തിനും മറികടന്ന് പോകരുത്. അതാ ആ കച്ചവടത്തിൽ ഖദീജക്ക് വല്ലാത്ത ലാഭം ലഭിച്ചു, അസാധാരണ ലാഭം സിദ്ധിച്ചു. മുഹമ്മദിന്റെ ഓരോ ചലനങ്ങളും സ്വഭാവ വൈശിഷ്ട്യവും അസാധാരണ സംഭവങ്ങളും ഒന്നിനു പിറകിൽ മറ്റൊന്നായി ഖദീജത്തുൽ കുബ്ര ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പുണ്യപൂർണിമയുടെ അസാധാരണത്വം ഖദീജയെ തട്ടി ഉണർത്തുകയാണ്. ആ പുണ്യപൂവിന്റെ സർവ്വ
പഠിപ്പിച്ചിരിക്കുകയാണ്. അതിനും പുറമെ ആ സൗന്ദര്യ സമ്പന്നമായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം ഖദീജക്ക് വല്ലാത്ത ചരിത്രങ്ങൾ മന്ത്രിച്ചു കൊടുക്കുകയാണ്. വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. 10 വർഷങ്ങൾ വീണ്ടും പൂർത്തിയാവുകയാണ്. അതിനിടയ്ക്ക് അൽ അമീനിന്റെ പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ആശ്ചര്യത്തിന്റെ കഥകൾ ഒട്ടേറെയാണ്. ഖദീജയുടെ മനസ്സിൽ അൽ അമീനിനെ കുറിച്ച് വല്ലാത്ത മതിപ്പുകളാണ്. ഗർഭശിശുവായപ്പോൾ പാപ്പ മരിച്ച അൽ അമീൻ, 6 വയസ്സുള്ള കാലം ഉമ്മ മരിച്ച അൽ അമീൻ, ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് വളർത്തിയ അൽ അമീൻ, 8 വയസ്സായപ്പോൾ ഉപ്പാപ്പയും വിട്ടുപിരിഞ്ഞ ശേഷം മൂത്താപ്പയായ അബൂ ത്വാലിബിന്റെ കൂടെ വളർന്നു വലുതായിരിക്കുകയാണ്. ഇന്ന് അൽ അമീൻ 25 വയസ്സ് പ്രായമാണ്. മുഹമ്മദ് സൽഗുണങ്ങളുടെ പൂന്തോപ്പാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർത്തോർത്ത് ഖദീജയുടെ മനം വെമ്പുകയാണ്. ഖദീജ ബീവി നഫീസ എന്ന പെണ്ണിനെ പറഞ്ഞയച്ചുകൊണ്ട് മുത്തായ മുഹമ്മദിനെ വിവാഹാലോചന നടത്തുകയാണ്. ഈ വാർത്ത കേട്ട് മുത്തുനബിയുടെ മൂത്താപ്പ അബൂ ത്വാലിബ് വല്ലാതെ സന്തോഷിക്കുകയാണ്, ഹർഷാരവം പൊഴിക്കുകയാണ്. വിവാഹ ഏർപ്പാടുകൾക്ക് തയ്യാറാവുകയാണ്. മുത്ത് മുഹമ്മദിനും സമ്മതമാണ്. ഈ ഭൂമിയാകെ ഒരു മഹാനുഭവത്തിന് സാക്ഷിയാവുകയാണ്. പ്രപഞ്ചം മാസകലം പുളക നൃത്തം ചവിട്ടുന്ന സംഭവമാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ വിവാഹം. പ്രപഞ്ചനാഥന്റെ പുണ്യപ്രവാചകന്റെ മംഗലം ആകാശഭൂമികളുടെ സർവമലക്കുകളുടെ പക്ഷിമൃഗാദികളുടെ അഖില നിഖില ചരാചരങ്ങളുടെ കാരണഭൂതരായിട്ടുദിച്ച അമ്പിയ ശിരോമണിയുടെ പുന്നാരമംഗലം. ഈ കല്യാണത്തിന് ലോകം സാക്ഷിയാവുകയാണ്. അതാ നിശ്ചയിക്കപ്പെട്ട മംഗല ദിവസം സമാഗതമായി. ഖുറൈശി പ്രമാണിമാർ കല്യാണത്തിനെത്തി. വൽ മുസവ്വിജു ലഹു ബിഹാ അമ്മുഹു അബൂ ത്വാലിബ് മഅ ഹുദൂരി ഹംസ. തിരുനബിയുടെ പുന്നാര മൂത്താപ്പ അബൂ ത്വാലിബ് ഖദീജയുടെ നിക്കാഹിന് നേതൃത്വം നൽകി. മറ്റൊരു പിതൃവരായ ഹംസ റളിയല്ലാഹു അൻഹു സാക്ഷിയായി സന്നിഹിതരായിരിക്കുകയാണ്. ഖുറൈശി പ്രമുഖരും നാട്ടു നേതാക്കളും സമാഗതമായിരിക്കുകയാണ്. 12 ഉഖിയ സ്വർണം നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജക്ക് മഹറായിട്ട് നൽകി ഇണയായി സ്വീകരിച്ചു കഴിഞ്ഞു. ലോക ചരാചരങ്ങൾ പുളകഹർഷത്താൽ മംഗളഭാവുകങ്ങൾ പാടിക്കഴിഞ്ഞു. അന്ന് ഖദീജക്ക് 40 വയസ്സാണ്. മുത്തായ മുഹമ്മദിന് 25 വയസ്സാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ഖൈറു നിസാഇ ഖുറൈശിൻ നസബ വഅക്സറുഹുന്ന മാല വഅഫറുഹുന്ന ജമാല. ഖദീജ ഖുറൈശി തറവാട്ടിലെ ഉന്നതിയുള്ളവരാണ്, ധനികയാണ്, വല്ലാത്ത സുന്ദരിയാണ്. അന്ന് തൊട്ട് ഖദീജയുടെ സമ്പത്ത് ആ പുണ്യ ഭർത്താവിന്റെ ജീവിതത്തിന് വേണ്ടിയായി മാറിക്കഴിഞ്ഞു. ഏതേത് നേരവും ഖദീജ ബീവി ഭർത്താവിനെ സന്തുഷ്ടനാക്കാൻ തുനിഞ്ഞു. വർഷങ്ങൾ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഖദീജയുടെ പൊന്നാര ഭർത്താവിന് അപൂർവമായ ചില വ്യത്യാസങ്ങൾ കാണപ്പെടുകയായി. ഒറ്റയ്ക്കിരിക്കണം, പടച്ച തമ്പുരാനെ തന്നെ ഓർത്തിരിക്കണം, ദിക്റിലും ഫിക്റിലും കഴിഞ്ഞുകൂടണം. അതിനു വേണ്ടി പരിശുദ്ധ മക്കയിലെ ഹിറാ പർവ്വതത്തിന്റെ ഗുഹയിൽ ഒഴിഞ്ഞിരിക്കുക പതിവായി. ആ പുന്നാര പൂവ് നിരന്തരം ഓരോ സ്വപ്നങ്ങൾ കാണുക പതിവായി. നേരം പുലർന്നാൽ കണ്ട സ്വപ്നം പകൽ വെളിച്ചം പോലെ പുലരുകയായി. വല്ലാത്ത ആനന്ദഹർഷമായി മാറി. ആകാശത്തു നിന്നതാ തീക്കനലുകൾ അങ്ങിങ്ങായി വർഷിക്കുകയായി. എന്താണ് ഭൂമിയിൽ നടക്കാൻ പോകുന്നത്? അള്ളാഹുവിന്റെ വഹി എന്ന ദിവ്യ സന്ദേശം അവന്റെ പ്രവാചകന് നൽകുന്ന സമയം അടുത്തടുത്തു കൊണ്ടിരിക്കുകയാണ്. അതാ ആ വഹിന്റെ മാറ്റുലികൾ കേൾക്കാൻ ശൈത്താൻമാർ ആകാശത്തേക്ക് എത്തി നോക്കുകയാണ്. എത്തി നോക്കുന്ന പിശാചുക്കളെ ആകാശത്തിന് നെറിഞ്ഞാട്ടുന്ന തീക്കൊള്ളികളാണ് അങ്ങിങ്ങായി നിരന്തരം കാണപ്പെടുന്നു. ഈ സംഭവങ്ങളെ മുത്ത് മുഹമ്മദ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പിടികിട്ടുന്നില്ല. ആ മുത്ത് പലപ്പോഴും ഏകാന്തവാസത്തിലാണ്. ഖദീജ ബീവി പലപ്പോഴും ഹിറാ പർവ്വതത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ആവശ്യമായ ഭക്ഷണ സൗകര്യം എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഹിറായിൽ നിന്ന് ആ മുത്ത് ഇറങ്ങി വരും. അതാ ഒരു ദിവസം മലമുകളിൽ നിൽക്കുമ്പോൾ യാ മുഹമ്മദ് മുഹമ്മദ് എന്നൊരു വിളിയാളം കേട്ടുപോയി. ആ പുണ്യപൂവിന് ഒന്നും തിരിഞ്ഞില്ല. ആരാണ് വിളിക്കുന്നത്? ഫനവറ യമീനൗ വശിമാല. ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞു നോക്കി. ഫലം യറ ശൈഅ. യാതൊരു സംഗതിയും പിടികിട്ടുന്നില്ല. ഫറഫഅ ബസറഹു ഫൈദാ ഹുവ അലാ ഉഫ്ഖിസ് സമാ. ആകാശത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ ചക്രവാളം നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ആകമാനം എന്തെന്നില്ലാത്ത പ്രകാശം. അതാ വിളിക്കുന്നു യാ മുഹമ്മദ്. ജിബ്രീൽ ജിബ്രീൽ. ഏ മുഹമ്മദേ, ഇതാ ജിബ്രീൽ,
ചൊല്ലുകയാണ്. ഇഖ്റ എന്ന മണിനാദം മുഴക്കുകയാണ്. ഇല്ല ഇല്ല, ഞാൻ ഓതാൻ പഠിച്ചിട്ടില്ല. ഇതായിരുന്നു തങ്ങൾ പ്രത്യുത്തരം കൊടുത്തത്. തങ്ങളെ ജിബ്രീൽ പിടിച്ചു ഞെക്കിയിട്ട് ഓതുവാൻ കൽപ്പിക്കുകയായിരുന്നു. അവസാനത്തെ പ്രാവശ്യം മാലം ഞാലം വരെ ഓതിക്കൊടുത്തു. ഒന്നും മുൻ പരിചയമില്ലാത്ത മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം വീട്ടിലേക്ക് ഓടുകയാണ്. ഇമാം ബുഖാരി നിവേദനം ചെയ്യുകയാണ്. ഫറജഅ ബിഹാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യർജഫു ഫുആദുഹു. അതാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയം കിടുകിടെ വിറച്ച് ഓടിപ്പോവുകയാണ്. ഫദഖല അലാ ഖദീജത്ത് ബിൻത് ഖുവൈലിദ്. നബി തങ്ങൾ തന്റെ പുന്നാര മണവാട്ടിയായ ജീവിത പങ്കാളിയായ ശാന്തിയുടെ നാഴികക്കല്ലായ വിജ്ഞാന സിദ്ധയായ നാരീമണി ഖദീജത്തുൽ കുബ്രായുടെ ചാരത്തേക്ക് കിതച്ച് കുതിച്ചോടി വന്നതാ പറയുകയാണ്. സമ്മിലൂനി സമ്മിലൂനി യാ ഖദീജ, ഹേ ഖദീജ, എനിക്ക് പുതപ്പിട്ട് തരുവീൻ, എന്നെ പുതപ്പിട്ട് മൂടിത്തരുവീൻ. വസമ്മലൂഹു ഹത്താ ദഹബ അൻഹു റൗഹ്. അതാ ഖദീജ മുത്തുനബിയെ പുതപ്പിട്ട് മൂടിക്കൊടുത്തു. ആ മുത്തിന്റെ മനോഭയം പമ്പ കടന്നുപോയി. ഹിറാ ഗുഹയിൽ വെച്ച് നടന്ന എല്ലാ സംഭവങ്ങളും മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങൾ ഖദീജയ്ക്ക് വിവരിച്ചു കൊടുത്തു. നബി തങ്ങൾ ഇവിടുത്തെ പുന്നാര ഖദീജയോട് പറയുന്നു, ഖദീജ ലഖദ് ഖശീതു അലാ നഫ്സി. ഖദീജ, ഞാൻ എന്റെ കാര്യത്തിൽ വല്ലാതെ പേടിച്ചു പോയി ഖദീജ. ഖദീജ തന്റെ മണിമാരനെ ശാന്തരാക്കി. തന്റെ മഅ്ശൂഖിനെ, തന്റെ മാണിക്യപ്പൂവിനെ, തന്റെ പുന്നാര മുത്തിനെ, തന്റെ ഇരുലോക നിദാന സത്തിനെ, തന്റെ കരൾക്കനിയായ മണിമാരനെ ഖദീജ ശാന്തരാക്കി. കല്ലാ വല്ലാഹി മാ യുഹ്ദീകല്ലാഹു അബദാ.